ഭീകരനെ പോലെ ഉണ്ട് കാണുമ്പോൾ. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. രാത്രി നഗ്നനായെത്തി വീട്ടുപരിസരത്ത് യുവാവിൻ്റെ പരാക്രമം. കണ്ണൂർ പുതിയ തെരുവിലാണ് അജ്ഞാതൻ അടിവസ്ത്രം പോലും ധരിക്കാതെ അതിക്രമം കാട്ടിയത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് പുതിയ തെരുവിലെ ശ്രീജയുടെ വീട്ടിൽ അജ്ഞാതൻ എത്തിയത്. ഷർട്ടും പാൻറ്റും മാസ്കും ധരിച്ചെത്തി. വീട്ടുമുറ്റത്ത് വെച്ച് വസ്ത്രം മുഴുവനും അഴിച്ചുമാറ്റി വീടിന് ചുറ്റും നടന്നു. പിന്നീട് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും കസേരയും കൊണ്ടുവന്നു. ആ സമയം ശ്രീജയും ഇളയ മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിദേശത്തായിരുന്ന മൂത്തമകൻ ഫോണിൽ CCTV ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് അജ്ഞാതനെ വീടിന് പുറത്ത് കണ്ടത്. ഉടനെ ശ്രീജയെ വിവരമറിയിച്ചു. ജനലിലൂടെ നോക്കിയപ്പോൾ വിവസ്ത്രനായ വ്യക്തിയെ കണ്ട് ശ്രീജ ഭയന്നു. അവൻ വിളിച്ചത് ആ സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ ഞെട്ടിയത് കൊണ്ടാണ് ജനലിൻ്റെ അവർക്ക് നേല് കണ്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടത്. പക്ഷേങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും പോയി. അത് വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട് എല്ലാവരും. ശരിക്കും എന്നെ കണ്ടപ്പം തന്നെ ബാക്കോട്ട് മാറിയിനി, തെന്നിപ്പോയി അങ്ങോട്ടേക്ക്. പിന്നെ ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്നെ പറഞ്ഞു, എങ്ങനെ ഇറങ്ങി വരാൻ പാടില്ല, എന്താ ചെയ്യുന്നറിയില്ല. കയ്യിൽ ഇങ്ങനെ ബാഗുണ്ട്, ഇഷ്ടികയും തോർത്തും എല്ലാം ഉണ്ട്. എന്തെങ്കിലും അടിക്കുമാറ്റം ചെയ്തിട്ട് ഞങ്ങളെ അറിയില്ലല്ലോ എങ്ങനെയാണ്. പക്ഷെ ഒരു ഭീകരനെ പോലെ ഉണ്ട് കാണുമ്പോൾ. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. വിവരമറിഞ്ഞ് നാട്ടുകാരെത്തിയതോടെ അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പരിസരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. ക്യാമറയിൽ കാണുന്ന വെച്ചാൽ ഇയാൾ വന്ന് ബാഗാടെ വെച്ച് അതിൻ്റെ ആ ബാഗ് എടുത്തിട്ട് കിണറിൻ്റെ ഭാഗത്ത് പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റി കംപ്ലീറ്റ് കഴിച്ച് നേക്കറ്റായിട്ട് വന്നിട്ടാണ് ഇതിലെ കൂടി ഇങ്ങനെ വന്നിട്ട് അടുത്ത വീട്ടിലെ ചെയർ എടുക്കുന്നത്. ചെയർ എടുത്തിട്ട് വന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ മേലെ കയറേണ്ട ശ്രമമാണ്. അപ്പോഴേക്കാണ് ഇവിടെ ലൈറ്റ് ഇട്ടത്. പിന്നെ അപ്പാടിനെ പോലീസ് പറഞ്ഞാൽ ക്യാമറയിൽ ദൃശ്യമുണ്ടോ നിങ്ങൾ അയക്കുമെന്ന് പറഞ്ഞാൽ അപ്പാടിനെ അയച്ച് ഒരു 10-5 മിനിറ്റ് പോലീസും വന്നിരുന്നു. അപ്പോഴേക്കും ആളുകളെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം വിളിച്ച് നമ്മൾ 10-20 ആൾ കംപ്ലീറ്റ് കവർ ചെയ്തു. എല്ലാ സ്ഥലത്തും പരതി, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അവിടെ മലമൂത്ര വിസർജനം ചെയ്യുന്നു. ഒരു കണ്ണടി അവിടെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ചെയറിൽ ഒരു മിറിനേൻ്റെ കുപ്പി പൊട്ടിക്കാത്തത്. ഇയാൾ മോഷണത്തിനെത്തിയതെന്നാണ് കരുതുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് വളപട്ടണം പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രൈം 21 കണ്ണൂർ.